കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഡിയർ പാർക്കിൽ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയത്. ഇത്രയും നാൾ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഏരിയയിൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. അത്രയും ദൂരമൊന്നുമില്ല ഡിയർ പാർക്ക്, ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് വിചാരിച്ചു ഓക്കെ, ഇനി മുതൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഡിയർ പാർക്കിലേക്ക് നടക്കാം. എൻ്റെ മോനെ ഈ തണുപ്പത്തുണ്ടല്ലോ, അതും ഡൽഹിയിലെ തണുപ്പത്ത് ചായയുടെ രസവും സുഖവും വേറെ തന്നെയാണ്. അതും പുറത്തുനിന്ന് നമ്മൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചായ ഉണ്ടല്ലോ, അടിപൊളി അദ്രക് ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചായ. അത് ഡൽഹിയിലെ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിയുണ്ട്. ഇപ്പോൾ ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇനിയും മഴ പെയ്യും. അപ്പോൾ ഇനിയും നെക്സ്റ്റ് 9 ഡേയ്സിൻ്റെ ഉള്ളിൽ മഴ പെയ്യും, തണുപ്പ് പിന്നെയും കൂടും. രാത്രി ഒടുക്കത്തെ തണുപ്പായി. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ 30 കൊല്ലം കഴിഞ്ഞ് വന്നുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ തണുപ്പ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരിവിടെ ഉണ്ട് കേട്ടാ. ഇവന്മാരിവിടെ സ്ഥിര താമസാക്കിയിരിക്കും. ഇപ്പം ഇവരില്ലാണ്ട് ഒരു രസവും ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ ഇപ്പുറത്ത് പറഞ്ഞാൽ കുടുംബമായിട്ടാണ് എല്ലാവരും താമസിക്കുന്നത്. എന്താ മോളെ നോക്കണ്? അത് കൊച്ചുണ്ടായിട്ടോ. ഇത് ഒരുത്തനെ വിട്ടിരിക്കണ്. നമ്മ ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റിനെ പറ്റി കവർ ചെയ്തിരുന്നു പഴയ വ്ളോഗിൽ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. നമ്മളവിടെ വെച്ച് നിർത്തിയത് അതനുസരിച്ചിട്ട്. ഇതൊക്കെ നാച്ചുറൽ ഫോർമേഷനാണ്. നല്ല അടിപൊളി മഞ്ഞാട്ടോ. രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ രാവിലെ വരെ നല്ല മഞ്ഞ, മൂടിക്കിടക്കണ മഞ്ഞ്. അത്രയും എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്രയും മഞ്ഞാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ഞാനിപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഫീലിംഗ് നിങ്ങളോട് ഞാൻ എക്സ്പ്രസ് ചെയ്തായിരുന്നു. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ഫ്രീഡം, പിന്നെ ഒരു സെക്യൂരിറ്റി. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഫീലിംഗാണ് എനിക്ക് ഡൽഹിയിൽ വന്നു കഴിഞ്ഞിട്ട് കിട്ടിയത്. ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നമ്മൾ പുറം രാജ്യത്ത് താമസിച്ച് കഴിഞ്ഞാലും ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ള ആ ഫീലിംഗ് ഉണ്ടല്ലോ നമുക്ക് കിട്ടില്ല എത്രയായാലും ശരി. ഒന്നാമത് നമ്മളുടെ ഫേഷ്യൽ നമ്മളെങ്ങനെയാണ് കാണാനുള്ളത്, നമ്മൾ കണ്ടാലറിയാം നമ്മൾ ഇന്ത്യക്കാരാണോ, നമ്മൾ കണ്ടാലറിയാം, ആൾക്കാർക്ക് കണ്ടാലറിയാം. നമ്മൾ വേറൊരു രാജ്യത്ത് നിന്നിട്ട് നമ്മൾ താമസിക്കുമ്പോൾ അത് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാവാറുണ്ട് ചിലവർക്ക്. ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ മുഖം നോക്കിയിട്ട് തന്നെയും പിന്നെ രാജ്യം നോക്കിയിട്ട് തന്നെ ആൾക്കാർ ചെയ്യാറുമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ 2-3 ആൾക്കാർ എനിക്ക് ഇമെയിൽ ചെയ്തിരുന്നു, നിയർ ബൈ നിങ്ങളുടെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ലേബറിൻ്റെ പ്രശ്നങ്ങളും പിന്നെ അങ്ങനെ പലരും പലരുടെ പ്രശ്നങ്ങളുമായിട്ട്. അപ്പം എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ അവർക്ക് അവരുടെ കമൻറ്റിലും കൊടുത്തിരുന്നു, ഇമെയിലിലും കൊടുത്തിരുന്നു. പിന്നെ ഞാനന്ന് ലൈവ് വന്നപ്പോഴും ഞാൻ സാറ്റർഡേ ലൈവ് വരാമെന്നാണ് വിചാരിക്കുന്നത്, ഈ സ്പെസിഫിക്കലി ഈ ആൾക്കാരെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനും. അപ്പം എനിക്ക് ആകെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു PRO, എന്നെ ഹെൽപ്പ് ചെയ്ത PROൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാൻ പറ്റും. അയാളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ പിന്നെ അയാൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ആളുള്ള, അപ്പോൾ അയാളെ കോൺടാക്ട് ചെയ്യാം. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴും വിഷമം തോന്നുന്നത് കുറേ ആൾക്കാർ ഇപ്പോഴും പെട്ട് കിടക്കണവരവിടെ ദുബായിൽ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടികൾ ഇവിടെ വെച്ചിട്ടാണ് നടക്കാറ്. ഈ ഒരു ടേബിൾ കിട്ടിയ പിന്നെ ഞാൻ ഇവിടുന്ന് അധികം മാറിയിട്ടില്ല. basically I think you can connect yourself with me. if you are addicted to working in this kind of atmosphere, എനിക്ക് തോന്നുന്നു പലർക്കും എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നമ്മൾ ഡൽഹിയിലെ കഥകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത്. സോ ഐ ആം ഗോയിങ് ടു ടെൽ അബൌട്ട് തിങ്സ് വാട്ട് ഐ ഹാവ് സീൻ ആൻഡ് വാട്ട് ഹാവ് എക്സ്പീരിയൻസ്ഡ്. ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഡൽഹിയിലുള്ള ജീവിതം ഓൾമോസ്റ്റ് 3 മാസമാവാറായി. ആൻഡ് ഹൗ ഐ ആം കോപ്പിംഗ് വിതിൻ ദിസ് 3 months. എൻ്റെ ഫുൾ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണാണ്. അപ്പോൾ ഫസ്റ്റാണ് കമ്പയറിങ് 2 ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ്. എന്നുവെച്ചാൽ UAE ദിർഹവും INR-ഉം, ഈ 2 സംഭവം നമ്മൾ കമ്പയർ ചെയ്യണത്, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് കറക്റ്റ്.
പക്ഷേ if you have stayed for a long time leaving your country and you have been doing your transactions in a foreign currency, അപ്പോൾ നമ്മൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ആണ് വരാൻ പോണത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഞാൻ പലപ്പോഴും എൻ്റെ വ്ളോഗിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് ഡൽഹിക്ക് വന്ന് കഴിഞ്ഞപ്പോൾ I know that I had to face a lot of problems because ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ 10-32 കൊല്ലം foreign രാജ്യത്ത് ജീവിച്ച് കഴിഞ്ഞിട്ട് and we are happy to receive dirhams which is more valuable than Indian rupees. അപ്പോൾ ആ ഒരു ആദ്യത്തെ പ്രശ്നം എനിക്ക് വന്നത് അതായിരുന്നു. ഇത് ഞാൻ എൻ്റെ പഴയ വ്ളോഗിലും പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു 10 ഉറുപ്പിയുടെ സാധനം വെച്ചാൽ നമ്മൾ അവിടുത്തെ ദിർഹം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ 10 ദിർഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 20 രൂപ അല്ലെങ്കിൽ 10 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ദിർഹം എന്ന് വെച്ചാൽ 50 ഫിൽസ് മാതിരിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഒരു ദിർഹം ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 23 റുപ്പീസ് റൈറ്റ് നൗ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി പറയണേ ഞാൻ ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചീപ്പാണല്ലോ ആൻഡ് ഇറ്റ്സ് ഗുഡ്, സോ വിൽ ബൈ ദിസ്, വിൽ ബൈ ദാറ്റ്, അങ്ങനെ പലതും നമ്മൾക്കൊരു എന്താണ് ഒരു എക്സ്പെൻസ് മോഡിൽ ഞങ്ങൾ കൂടുതൽ വരും. അപ്പോൾ എനിബഡി ഹൂസ് കമ്മിങ് ഫ്രം US, കാനഡ ഓർ ദുബായ്, ഏറ്റവും ആദ്യം അവർ വിചാരിക്കാത്ത മാതിരിയാണ് അവരിവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുക. ഈവൻ തന്നെ ഒരു വളരെ ചുരുക്കം ആയിട്ടുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, പുറത്ത് ചെന്ന് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 1000 ഉറുപ്പിയുടെ സാധനം വരെ ഐ വിൽ കാൽക്കുലേറ്റ്, ഇത് 50 ദിർഹമല്ലേ ഉള്ളൂ, ഇറ്റ്സ് നോട്ട് ടു മച്ച് ആൻഡ് ഐ ഡോണ്ട് ഈവൻ നെഗോഷിയേറ്റഡ് ആൻഡ് വില പേശില്ല. നേരെ ചെന്നിട്ട് അങ്ങോട്ട് 1000 ഉറുപ്പിക്ക് പകരം 1000 ഉറുപ്പിക്ക് തന്നെ ആ സംഭവം മേടിക്കും. പക്ഷേ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ആക്ച്വലി നെഗോഷിയേറ്റ് ദാറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫോർ ചീപ്പർ പ്രൈസ് ഓൾസോ. ഇത് UAE ദിർഹം മാത്രമല്ല കേട്ടോ, ഞാൻ USDയും കനേഡിയൻ ഡോളേഴ്സും ഓസ്ട്രേലിയൻ ഡോളേഴ്സും എവിടെ നിന്നൊക്കെ ആരൊക്കെ വരണോ നമ്മളുടെ ഇന്ത്യൻസ് എക്സ്പാട്രിയേറ്റ് ആയിട്ട് പോയിട്ട് തിരിച്ച് ഇന്ത്യക്ക് തിരിച്ച് വരുമ്പോൾ ഇത് വളരെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മളത് ആ പൈസ ഇന്ത്യൻ റുപ്പീസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി തിങ്ക് വാവ് ഇറ്റ്സ് സോ ചീപ്പ്, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദി കേസ്. ഇന്ത്യൻ എക്കണോമി ഓഫ് കോഴ്സ് നമ്മളുടെ ഇവിടെ സാധനങ്ങൾ വളരെ ചീപ്പാണ്. പക്ഷേ അക്കോർഡിംഗ് ടു ദാറ്റ് ഓൺലി വി ഷുഡ് ഓൾസോ ബൈ ബിക്കോസ് ദ ഇൻകം ഈസ് നോട്ട് ദാറ്റ് മച്ച് വാട്ട് യു ഗെറ്റ് ബാക്ക് ഇൻ ദുബായ് ഓർ US ഓർ കാനഡ ഓർ എനിവെയർ. സോ വൺസ് യു സ്റ്റാർട്ട് സ്പെൻഡിങ് ഒരു സ്പെൻഡ് ത്രിഫ്റ്റ് മോഡിൽ നമ്മൾ പോവും, വിച്ച് എനിക്കും പോകേണ്ടി വന്നു ഇടയ്ക്ക്. പക്ഷേ നൗ ഐ ആം കൺട്രോളിങ് മൈസെൽഫ്. അത് ആക്ച്വലി യു കനോട്ട് ബ്ലെയിം യുവർ സെൽഫ്, അത് ആയി പോണതാണ്. സോ വി കാൻ ഡു എനിത്തിങ് അൺലെസ് യു ഡോണ്ട് ഹാവ് ദി മണി. ബട്ട് ഇഫ് യു ഹാവ് ദി മണി യു ടെൻഡ് ടു ഡു ദാറ്റ്. സോ ഫൈനലി നമ്മൾ ആ ഇന്ത്യൻ മോഡിലേക്ക് വരണം. ആ ഇന്ത്യൻ മോഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 months അല്ലെങ്കിൽ ഒരു കൊല്ലം വരെ നമ്മൾക്ക് അത് എടുക്കും ആ ഇന്ത്യൻ മോഡിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് നമ്മളുടെ സീസണൽ ചേഞ്ചസ്, എന്ന് വെച്ചാൽ ക്ലൈമാറ്റിക് ചേഞ്ചസ്. ദുബായിൽ അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് 2 ക്ലൈമറ്റ് മാത്രമേ ഉള്ളൂ, ഒന്ന് ചൂടും പിന്നെ തണുപ്പും. ഈ 2 ക്ലൈമറ്റും. പിന്നെ ഓഫ് കോഴ്സ് അവിടെ പിന്നെ AC 24/7 AC ഉള്ളതുകൊണ്ട് നമ്മൾക്കത് ഫീൽ ചെയ്യില്ല. പക്ഷേ വാട്ട് ഐ ഹാവ് സീൻ ഈസ് ദിസ് ഹാസ് ആക്ച്വലി ബെനിഫിറ്റഡ് മീ ഇൻ എ ഡിഫറെൻറ്റ് മാനർ. എന്ന് വെച്ചാൽ ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും എന്താണ് പറയുക, യു വിൽ ഗെറ്റ് സിക്ക്. പക്ഷേ വി നെവർ ഗോട്ട് സിക്ക്. താങ്ക്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ് ഞാനോ യാവിനോ അതോ പാമോ ആരും അത്രയും അധികം എന്ന് വെച്ചാൽ ഫീവറോ ഇതോ ഒന്നും പിടിച്ചിട്ടില്ല. യാവിന് മാത്രം ഡെങ്കു പിടിച്ചു. കാരണം അവർ വന്ന സമയത്ത് ചൂടുകാലമായിരുന്നു. പിന്നെ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ഥലം ഇറ്റ് വാസ് എ ബിറ്റ് മോർ ഇൻ ടു വാട്ടർ ലോഗിങ് ഏരിയ. അത് കാരണം അവിടെ ഓഫ് കോഴ്സ് മോസ്കിറ്റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെങ്കു പനി അവനക്ക് പിടിച്ചു. താങ്ക്ഫുള്ളി ഹി ഹാസ് റിക്കവേർഡ് ഫ്രം ദാറ്റ്. ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെ നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല എന്ന് തോന്നുന്നു. പക്ഷേ യെസ്, വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷൻസ് ഫോർ ദാറ്റ്. തണുപ്പ് മാത്രമാണ് എനിക്കിപ്പോൾ അപ്പോൾ ദാറ്റ് ഹാസ് അഫക്റ്റഡ് മീ. അവനും പാമിനും അധികം അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ദേ ആർ ഓൾറെഡി ഫ്രം വെരി കോൾഡ് പ്ലേസ്. പക്ഷേ ഓഫ് കോഴ്സ് തണുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തണുപ്പടിക്കും. ദേ വിൽ ഫീൽ കോൾഡ്. അപ്പോൾ ഒരു ഹീറ്റർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, വിച്ച് ഈസ് ഗുഡ്. ഐ മീൻ ഇറ്റ് ആക്ച്വലി കീപ്സ് അസ് വാം. പിന്നെ ഒരു പ്രാവശ്യം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും വരുന്നില്ല. സോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇമ്മ്യൂണിറ്റി ഓൾസോ. നമ്മളുടെ എന്ന് പറഞ്ഞാൽ വി ഹാവ് ബീൻ ടേക്കിംഗ് regular exercises and things like that, so that is very important.
ഇപ്പം നിങ്ങൾ തന്നെ പുറം രാജ്യം വിട്ടിട്ട് വരുന്ന വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാനഡ ഈസ് എ കോൾഡ് കൺട്രി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ വരാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. കാരണം ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് ഉണ്ട് നമുക്ക്. ഐ തിങ്ക് വി ഹാവ് 5 or 7 സീസൺസ് ഇൻ ഡൽഹി ബേസിക്കലി. അപ്പോൾ അതനുസരിച്ചിട്ട് കോപ്പപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇഫ് യു ടേക്ക് പ്രോപ്പർ പ്രിക്കോഷൻസ് ആൻഡ് പ്രോപ്പർ വൈറ്റമിൻസ് ആൻഡ് പല വൈറ്റമിൻ ഡി ടാബ്ലറ്റും വൈറ്റമിൻ സി ടാബ്ലറ്റ്സും അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഓൾസോ. മൂന്നാമത്താണ് ലിവിങ് കണ്ടീഷൻസിൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ വരും. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്കറിയാം, വി ആർ സ്റ്റിൽ എ ഡെവലപ്പിംഗ് കൺട്രി. And in past 20 years, how Dubai has expanded or how other countries have expanded, അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ I have seen with my own eyes right now when I went to one of my friend's place in Gurgaon. അവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ they are actually building exactly same ഇന്നത്തെ 21st century അനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതും. നമ്മളുടെ ബ്രിഡ്ജസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് സൊസൈറ്റി ബിൽഡിങ്സ് ആയിക്കോട്ടെ അതൊക്കെ അതുമനുസരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ പഴയ സിറ്റീസ്, ഡൽഹി മാതിരത്തുള്ള പഴയ സിറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ അത് പൊളിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ വേർ ഐ എം സ്റ്റേയിങ് റൈറ്റ് നൗ, സഫ്ദർജംഗ് എൻക്ലേവ്, കൃഷ്ണനഗർ, ഇങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ പൊളിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം ദിസ് ഹാസ് ബീൻ ബിൽട്ട് അപ്പ്. ഗലികൾ മാതിരിയുള്ള സ്ഥലം അതൊക്കെ കാരണം നമുക്ക് ഇത് പൊളിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും വെൻ ദേ കം ബാക്ക്. ബട്ട് ഫോർ മീ ആസ് ഐ ബീൻ ഹിയർ ഫോർ എ ലോങ് ടൈം, തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കാരണം റോഡ് സ്ട്രക്ചേഴ്സ് നല്ലതല്ല, സിവിക് സെൻസ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട്, കാരണം ദുബായിൽ ഇതൊന്നും നമ്മൾ കാണാത്തതാണ്. ബിക്കോസ് അവിടെ ഓഫ് കോഴ്സ് നമ്മൾക്ക് ഹെവി ഫൈൻസും മറ്റൊന്നും മറിച്ചൊക്കെ ഉള്ളതാണ്. ഇവിടെ ഇല്ലിട്രസി റേറ്റ് കൂടുതലാണ്. പ്ലസ് നമ്മളുടെ ഓഫ് കോഴ്സ് നമ്മളുടെ ആ ഫ്രീഡം ഉണ്ട്. നമ്മളുടെ സർക്കാർ എങ്ങനെയാണ്, ദേ ഡോണ്ട് കെയർ, അങ്ങനത്തെ ഇതുമുണ്ട്. പിന്നെ ആൾക്കാരുടെ തന്നെ ആ സിവിക് സെൻസ് ഇല്ലാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. സോ ഐ കനോട്ട് ബ്ലെയിം ദം ഓൾസോ. അപ്പോൾ സ്ലോലി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം പലരും പഠിച്ചും വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ആക്ച്വലി ഗ്രോയിങ് ആൻഡ് കീപ്പിംഗ് ദെയർ ഓൺ പ്ലേസസ് ക്ലീൻ ഓൾസോ. സോ വി മേ ഫേസ് ദിസ് ഇഷ്യൂ, ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ക്ലെൻലിനെസ്സും ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ ചെറുതായിട്ടൊരു ചെറിയൊരു പ്രശ്നങ്ങൾ വരാറുണ്ട്. But I think at the end of the day we can cope up with that and we can find a place which are cleaner places. അതനുസരിച്ചിട്ട് then again നമ്മുടെ കോസ്റ്റും അതനുസരിച്ചിട്ട് കൂടും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ക്യാൻ കോപ്പ് അപ്പ് ബേസിക്കലി ടു ദ ഏരിയ ഓർ ദി സൊസൈറ്റി വെയർ യു ആർ ഗോയിങ് ടു ലിവ് ഇൻ. ഇത് മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഐ ഹാവ് ഫേസ്ഡ്. ബട്ട് നൗ ഐ എം ഓക്കെ ആസ് ഫാർ ആസ് ഇഫ് ഐ ക്യാൻ സീ യു ഹവ് സീൻ മൈ ഹൗസ്. നമ്മളുടെ ഇത് അടുത്താണ് നമ്മളെങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ കോപ്പപ്പ് ചെയ്യണതും. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് people are actually learning to do things which is in a different way today. People are getting educated on that. Social media through അവർ എഡ്യൂക്കേറ്റ് ആവുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുമുണ്ട്. സോ ഇറ്റ് ഈസ് എവറിബഡീസ് ഡ്യൂട്ടി ടു ടീച്ച് പീപ്പിൾ ഹു ഡസൻറ്റ് നോ അബൌട്ട് ദിസ് സിവിക് സെൻസിനെ പറ്റിയിട്ട്. പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്തുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാരെ കളിയാക്കി പറയണത്. കളിയാക്കണതിലും ഭേദം നമ്മൾ ആ മെസ്സേജ് പഠിപ്പിച്ചു കൊടുക്കലിൽ I believe that you should teach people how to improve your civic sense, because they are illiterate. അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇല്ലിട്രസിയുടെ പ്രശ്നം വളരെ അധികമാണ് നോർത്ത് ഇന്ത്യയിൽ. ബേസിക്കലി സൗത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഐ തിങ്ക് സ്ലോലി ദിസ് വിൽ ചേഞ്ച് വൺസ് we are actually coming up to that level today that people are getting free education. ഗവൺമെൻറ്റിൻ്റെ വകയും ഇതെല്ലാതും പല സ്കൂൾസ് ഇപ്പോൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് വി വിൽ come up to a very positive way of life in the coming future. It will take time, but yes, we will get there. നാലാമത്തെ പോയിന്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇൻകവും. ഞാൻ അവിടെ ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ബിസിനസ് ആയിരുന്നു, വിച്ച് വാസ് മൈ പാഷൻ ആൻഡ് ഐ ടുക്ക് ഇറ്റ് അപ്പ് ആസ് മൈ ഓൺ പാഷനെ ഞാൻ ഒരു ജോബായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരുടെ അടിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 10-30 കൊല്ലമായിട്ട് ഞാൻ സ്വന്തം തന്നെയാണ് എല്ലാതും ചെയ്തിരുന്നത്. സോ ഇവിടെ വന്നിട്ട് വേറൊരു ജോലി നോക്കി കുറേ ആൾക്കാർ എനിക്ക് ഈ കമൻറ്റിലിട്ടിരുന്നു, ഈ ജോലി ചെയ്യാം, നിങ്ങൾക്ക് ആ ജോലി ചെയ്യാം. യെസ്, യു ആർ റൈറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ബട്ട് ഐ ഹാവ് നോട്ട് വർക്ക്ഡ് അണ്ടർ എനിബഡി ആൻഡ് ഐ ഡോണ്ട് ഇൻറ്റെൻഡ് ടു വർക്ക് അണ്ടർ എനിബഡി unless I am taking it as a business opportunity. So for me to
take up a job and things like that, it was becoming a bit difficult. ഞാൻ നോക്കില്ല എന്നല്ല പറയുന്നത്, ന്യൂസ് പേപ്പർ ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട്. ന്യൂസ് പേപ്പറിലും പിന്നെ ഓൺലൈനിലും കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസോ നോക്കി. ഇവിടെയാണ് നമ്മൾക്ക് ചെറിയൊരു പ്രശ്നം വരുന്നത്. ഇവിടെ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ കിട്ടുന്ന ദിർഹമോ അല്ലെങ്കിൽ ഡോളറോ അനുസരിച്ചിട്ട് ഇവിടെ നമ്മൾക്ക് ആ സെയിം എമൗണ്ട് പൈസ കിട്ടില്ല. ചിലപ്പോൾ അതിനേലും കുറവായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോണത്. സോറി, എൻ്റെ വൈഫ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾക്ക് കിട്ടുന്ന സാലറിയും ഇവിടുത്തെ ഇൻകവും ഇവിടുത്തെ ഇൻകവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ എക്സ്പെൻസും അതുമാതിരി ഉണ്ട്, ഇല്ലയെന്നല്ല. ഇവിടുത്തെ എക്സ്പെൻസസും അതുമാതിരി തന്നെയാണ്. അപ്പോൾ അത് വേറൊരു പ്രശ്നം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സൗണ്ട് എഞ്ചിനീയറിൻ്റെ ജോലിക്ക് ഓൾമോസ്റ്റ് 80,000 to 1.5 lakh വരെ കിട്ടുന്നുണ്ട്. വിച്ച് ഐ തിങ്ക് ഇൻ ദുബായ് ഓൾസോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ദി സെയിം. പക്ഷേ കുറച്ചും കൂടിയും അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ടും ചെയ്യാൻ പറ്റും, മറിച്ചൊക്കെ. എന്നാലും യു ക്യാൻ ഏൺ ഇൻകം. പക്ഷെ എന്നാലും എക്സ്പെൻസസ് അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ പലർക്കും അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ സോ വെൻ ഐ കമ്മിങ് ബാക്ക്, ഒന്നാമത് നമ്മളുടെ കുറേ ആൾക്കാരും ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞാൽ വെരി ഫ്യൂ ആർ ഗോയിങ് ഫ്രം ഹിയർ ആഫ്റ്റർ ദെയർ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഞാൻ പറയുന്നില്ല, എല്ലാവരും പഠിക്കാണ്ടല്ല പോണ്, പഠിച്ചിട്ട് തന്നെ. പക്ഷെ ആ സെയിം പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിനീയറിന് വെച്ചാൽ 10 എഞ്ചിനീയർ ചെന്ന് കഴിഞ്ഞാൽ ദുബായിലോ അല്ലെങ്കിൽ US യു കെയിലോ അവിടെ ചെന്നാൽ 10 എഞ്ചിനീയർമാർക്കും എഞ്ചിനീയറിൻ്റെ പണി കിട്ടണില്ല. മനസ്സിലല്ലേ? ചിലർ ഡ്രൈവറിൻ്റെ ജോലി ചെയ്യണു, ചിലർ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യണു, ചിലർ പല ഡിഫറെൻറ്റ് ആംഗിളിലൊക്കെയാണ് ജോലി ചെയ്യണത്. അപ്പോൾ നമ്മളെടുത്ത ഡിഗ്രി അനുസരിച്ചിട്ടുള്ള ജോലിയല്ല നിങ്ങൾ പുറം രാജ്യത്തും ചെയ്യണത്. ഇപ്പം എൻ്റെ തന്നെ കസിൻസും എൻ്റെ അവിടെ റിലേറ്റീവ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ പഠിച്ച ഇതനുസരിച്ചിട്ടല്ല അവരവിടെ ജോലി ചെയ്യണത്. ദേ ഡൂയിങ് സംതിങ് എൽസ്. ചിലർ സെയിൽസിൽ കയറും, ചിലർ മാർക്കറ്റിങ്ങിൽ കയറും. പിന്നെ മോസ്റ്റ് ഓഫ് ദം ദേ ഗെറ്റ് ഇൻ ടു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ ബൂമ് വന്നുകൊണ്ട് എല്ലാവരും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തത് സാലറി ഇല്ല, കമ്മീഷൻ ബേസ്ഡ് ആണ്. നിങ്ങൾ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് ചിലപ്പോൾ കമ്മീഷൻ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, പറയാൻ പറ്റില്ല കമ്പനി എങ്ങനെയാണ്. അതനുസരിച്ചിട്ട് അങ്ങനത്തെ പല കേസസും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഐ മീൻ ഈസ്, ഇപ്പം നിങ്ങളുടെ സ്ട്രീം എന്താണോ, ബേസിക്കലി നിങ്ങൾ ഡോക്ടറാണോ, ഇപ്പോൾ അവിടെ തന്നെ ഡോക്ടറിൻ്റെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഡെൻറ്റിസ്റ്റുമാർ കുറേ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ ജോലി കിട്ടണില്ല. എന്നുവെച്ചാൽ അതിനുള്ള പിന്നെ ചിലവുണ്ട്. എന്നുവെച്ചാൽ ലൈസൻസ് എടുക്കണം, മറ്റെടുക്കണം, മറിച്ചെടുക്കണം, അങ്ങനെ പലതും. സിവിൽ എഞ്ചിനീയേഴ്സ് അങ്ങനെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ സിവിൽ എഞ്ചിനീയേഴ്സ് വന്നിട്ട് ആ പണിയിൽ ചെയ്യണം, വേറെ എന്തോ പണിയും. ഷോപ്പിംഗ് മോളിൽ ചിലപ്പോൾ ഒരു സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ജോലി ചെയ്യും. അക്കൗണ്ടൻറ്റ് ജോലി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസും നമ്മൾക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. What you have learned, and if you follow that, and if you like what you do, basically നിങ്ങളുടെ പാഷൻ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അന്ന് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ് യു ആർ working, you feel that you are actually enjoying what you do. അതാണ് മെയിൻ കാരണം. ഞാനും എൻ്റെ സ്ട്രീം ചേഞ്ച് ആക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മ്യൂസിക്കിലും പിന്നെ ഈ സൗണ്ട് എഞ്ചിനീയറിങ്ങിലും പിന്നെ ഈ മീഡിയ ഈ യൂട്യൂബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഐ ലവ് ഡൂയിങ് ഇറ്റ്. മനസ്സിലല്ലേ? ഇപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്നും എൻ്റെ ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം വരുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു ബി റെഗുലർ. നമ്മൾ ജോലി ചെയ്യണം, അതനുസരിച്ചിട്ട് നമുക്കും അതനുസരിച്ചിട്ട് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഈ 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. അത് നമ്മളിപ്പോൾ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതൊരു വളരെ മേജർ ഒരു പ്രശ്നമായിട്ട് വരും. സോ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ആദ്യമായിട്ട് വരണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ പോണ്, നമ്മുടെ ഇൻകം എങ്ങനെയായിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ബിറ്റ് ഡിഫിക്കൽട്ട്, ടഫ്. കാരണം എനിക്കും അതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വന്ന അപ്പം തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യും. ഇത്രയും കൊല്ലമൊക്കെ അവിടെ ജോലി ചെയ്ത് തിരിച്ച് വന്നതല്ല, അപ്പോൾ നമ്മൾ നല്ലൊരു റിലാക്സ് മൂഡിലായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ പൈസ കഴിയുമ്പോഴത്തേക്കും പിന്നീട് അയ്യോ ഇനി നാളെ മുതൽ നമുക്ക് ജോലി തുടങ്ങണമല്ലോ, ജോലി അന്വേഷിച്ച് തുടങ്ങണമല്ലോ, അങ്ങനെ പലതും. But if you plan accordingly, so I think that you can actually cope up with this situation, and by the time you reach to that level, then you can easily blend in yourself to your own economy, and you can earn a regular income also. But you have to plan it. Planning illande നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് പെട്ടുപോണത് കൂടുതലും. നാട്ടിൽ തിരിച്ചു വന്നിട്ട് പറയും ഓക്കെ എൻ്റെ ഇപ്പോൾ ഒരു കോടി ഉണ്ട്, ഞാൻ നാട്ടിൽ വന്നിട്ട് ആളാ ഒരു കോടി വെച്ചിട്ട് അടിച്ചു പൊളിച്ച് തകർക്കും. ദെൻ നത്തിങ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ദെൻ അത് തിരുമ്പോഴത്തും പിന്നെ പറയും 3 കൊല്ലം കൊണ്ട് ആ ഒരു കോടി ഞാൻ തകർത്തി കഴിഞ്ഞു, ഇനി തിരിച്ച് അവർ ദുബായിക്കോ അല്ലെങ്കിൽ US കാനഡയ്ക്കോ തിരിച്ചു പോകും. സോ ദിസ് ഈസ് വാട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡു ദെയർ മിസ്റ്റേക്സ്. അവർ ആ ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻ ചെയ്യാത്തതുകൊണ്ട് ദെൻ ദേ
end up going back again to another country, working for somebody else. പിന്നെ അത് തന്നെ നമ്മുടെ നാട് വിടുക, then you leave everything and go back. So that's what I want to tell you, that avoid these mistakes so that you can stay back in your country and be a backbone for our economy also, for our country also, and bring our country up. Okay, fifth point, lifestyle ചേഞ്ചസ്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരാറുണ്ട് പലർക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ US-ലോ ഓസ്ട്രേലിയയിലോ എവിടെ ചെന്നാൽ നമ്മൾ അവരുടെ ഇതിൽ അഡാപ്റ്റ് ചെയ്യുന്നു, അവരുടെ കണ്ടീഷൻസിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുന്നു. അത് ഹ്യൂമൻ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പ്രോബ്ലം അല്ല, ബേസിക്കലി ആവണമാണ് നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സിറ്റിസണായിട്ടുള്ള ആ സ്റ്റൈലിലും നമ്മളങ്ങോട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നു. ബിക്കോസ് വി ട്രൈ ടു മേർജ് ഇൻ ദാറ്റ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ മേർജ് ചെയ്തിട്ട് അവരുടെ ആ സെയിം ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനാണ് നമ്മൾ നോക്കുന്നത്, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ റോങ് തിങ് ടു ഡു. നമ്മൾ ആസ് എൻ ഇന്ത്യൻ വി ഷുഡ് നെവർ ഫൊർഗെറ്റ് അവർ റൂട്ട്സ്. എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ തന്നെ അങ്ങനത്തെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അവിടെ ചെല്ലുമ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഐ ഓൾസോ വാണ്ട് ടു ഡു ദ സെയിം തിങ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കൂ, ബട്ട് there are values in our own നമ്മളെ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും നമ്മളത് മറക്കാൻ പാടില്ല. ഐ എം നോട്ട് സെയിങ് എവ്രിബഡി ഫോർഗെറ്റ്സ് ഇറ്റ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം ഒരു പ്രാവശ്യം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേ ആർ പ്രൗഡ് ടു സേ ദാറ്റ് അവരുടെ കുട്ടികളെ തന്നെ മലയാളം സംസാരിക്കില്ല, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷ സംസാരിക്കില്ല. അത് എൻ്റെ മോൻ എൻ്റെ മോൾ ഇംഗ്ലീഷേ സംസാരിക്കൂ. അതൊക്കെ നമ്മളുടെ ആ വാല്യൂസ് പോവാണ്, നമ്മളുടെ റൂട്ട്സ് ഈസ് ജസ്റ്റ് ഡൈങ്. അപ്പം അങ്ങനത്തെ കുറേ ലൈഫ് സ്റ്റൈൽ വാല്യൂസ് ചേഞ്ചസ് വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി അതിൽ വരാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു വൈപ്പ് ഓഫ് യുവർ ഹിസ്റ്ററി. ഇഫ് യു വാല്യൂ യുവർ കൺട്രീസ് ഇമോഷൻസ്, യു വാല്യൂ യുവർ കൺട്രീസ് പ്രൈഡ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രൈഡ് ഉണ്ട്, നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൈഡ്. നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോൾ എത്രയാണ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇന്ത്യനെ പറ്റിയിട്ട് തന്നെ തെറി പറയുക, ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യ അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വരെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ താമസിച്ചിരുന്ന അവൻ തന്നെ അവനക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ അവനക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇന്ത്യ ഈസ് എ ഡെഡി കൺട്രി, ഇന്ത്യ ഈസ് ദിസ്, ഇന്ത്യ ഈസ് ദാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതും പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്, തല്ലി പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നാളെ there is no guarantee what can happen tomorrow. ഇപ്പോൾ H1 വിസ, മറ്റേ വിസ, ഈ വിസ, അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ലോകത്തിൽ. they are trying to take us out. They are trying to wipe us out from their country. Of course, ഇപ്പോൾ തന്നെ UK-ൽ they are saying 70% of property owners are Indians. അവർക്കത് ഇഷ്ടപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവിടുത്തെ രാജ്യത്തിൽ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടും ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പീപ്പിൾ ആർ ഇന്ത്യൻസ്. പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം അവരുടെ രാജ്യമാണ്. ഓഫ് കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളവിടുത്തെ സിറ്റിസൺ ആയാലും ശരി, എന്തായാലും ശരി, നാളെ ഒരു റൂളർ, ഹിറ്റ്ലറുമാരെ ഒരു റൂളർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ഹിറ്റ്ലർ വരെ പോകുന്നു. നോർത്ത് കൊറിയയിൽ തന്നെ കണ്ടില്ല. അങ്ങനത്തെ ഒരു റൂളർ വന്നു കഴിഞ്ഞാൽ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു കം ബാക്ക് വെയർ? ടു യുവർ റൂട്ട്സ്. ആൻഡ് വിച്ച് ഈസ് യുവർ റൂട്ട്? ഇന്ത്യ. എന്നാലും നമ്മുടെ രാജ്യം they will take you back because your root belongs from India. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു that's a good thing about our country, that which I like and I love. Even though ഞാൻ തിരിച്ചു വന്നപ്പോഴും എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, എൻ്റെ ആധാർ കാർഡും പിന്നെ പാൻ കാർഡും മറ്റും മറിച്ചും. ബട്ട് എവറിത്തിങ് വാസ് ഡൺ പ്രോപ്പർലി, ഓരോ ഡോക്യുമെൻറ്റ്സ് അനുസരിച്ചിട്ട് എല്ലാതും നടന്നു. ആൻഡ് ടുഡേ ഐ ഫീൽ പ്രൗഡ് ടു ബി ബാക്ക് ഓൾസോ. ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പോൾ വി ട്രൈ ടു ഡിമോറലൈസ് ഇന്ത്യ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോഴും ഉണ്ട്. കാനഡയിലുള്ള ഞാൻ പല വീഡിയോസും കാണാറുണ്ട്, നമ്മുടെ ഇന്ത്യൻസിൻ്റെ പല വീഡിയോസും ഞാൻ കാണാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിനെ പറ്റിയിട്ട് തെറി പറയുക. ദേ ആർ കമ്പയറിങ് കാനഡ വിത്ത് ഇന്ത്യ. കാനഡയിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കാണാത്തതാണ്. കാരണം നമ്മളുടെ രാജ്യത്തിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗെദർ. അത് ചിലവർക്കത് മനസ്സിലാവില്ല. നോട്ട് നൗ, ദേ വിൽ റിയലൈസ് ഇറ്റ് ലേറ്റർ. ആ സമയം വരും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താണ്ടിരിക്കുക. ഓൾവേസ് ട്രൈ ടു ബി കണക്റ്റഡ് വിത്ത് യുവർ കൺട്രി. ഓൾവേസ് ട്രൈ ടു ഫോളോ ദി കൾച്ചർ, ഫോളോ ദി റൂൾസ് അല്ല, ഫോളോ ദി റൂട്ട്സ്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും വി വിൽ സ്റ്റിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കപ്പയും മീൻ കറിയും നോൺ വെജ് പറയുന്നത്. പക്ഷേ വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ ഇഡ്ഡലി സാമ്പാറും അത് കഴിക്കാനൊരു രസം തന്നെയല്ലേ വൈ. ദാറ്റ് ഇസ് ആ കൾച്ചർ. അത് ഫുഡായാലും ശരി, അല്ലെങ്കിൽ നമ്മളുടെ പാട്ടായാലും ശരി, മ്യൂസിക്കിലായാലും ശരി,
നാടകമായാലും ശരി, സിനിമയായാലും ശരി, ദിസ് ഓൾ റിവോൾവ്സ് അറൗണ്ട് അവർ കൾച്ചർ. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈവൻ സിനിമ വരെ നമ്മൾ കൂടുതലും വെസ്റ്റേൺ കൾച്ചർ ഇതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ തിങ്സ് ആർ ദർ ആർ സം പീപ്പിൾ ഹൂ ആർ ഡീപ്ലി കണക്റ്റഡ് വിത്ത് ദ റൂട്ട്സ്, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അവർ കൾച്ചർ ഈസ് സ്റ്റിൽ അലൈവ്. ആൻഡ് യു വോണ്ട് ബിലീവ്, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ് ഇസ് ആർ ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യയിൽ തന്നെ ഉള്ള എത്ര സിവിലൈസേഷൻസ് ഉണ്ടെന്ന് അറിയോ? അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മളുടെ റൂട്ട്സ് മരിക്കാനൊന്നും പോണില്ല. വി വിൽ സ്റ്റിൽ സർവൈവ് ആൻഡ് വി വിൽ സ്റ്റിൽ വിൻ. ആൻഡ് റൈറ്റ് നൗ ഇന്ത്യ ഈസ് ആക്ച്വലി ഡൂയിങ് റിയലി ഗുഡ്. അപ്പോൾ ഇഫ് യു ആർ പ്ലാനിങ് ടു കം ബാക്ക്, ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഇഫ് യു കം ബാക്ക് യു ക്യാൻ ആക്ച്വലി മേക്ക് എ ലിവിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ഗൈസ്, ഈ 5 പോയിന്റ് ഞാൻ തന്നത് ഈ 5 പോയിന്റ് മാത്രമല്ല, ഇനിയും പല പോയിന്റ്സും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം പോകണമെന്ന് അറിയില്ല. സോ ഐ വോണ്ട് ടു ജസ്റ്റ് വൈൻഡ് അപ്പ് ഇൻ ദിസ് 5 points all together, which are the major points basically what I have been facing, and I am overcoming it also, and I think I will actually overcome it and do good back. And നമ്മൾക്ക് ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് വേണം ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണത്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുക, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ, വൈ നോട്ട്, ഇറ്റ് ഈസ് പോസിബിൾ. അത് ചെയ്യാണ്ട് വി ക്യാൻ നോട്ട് റീച്ച് എനിവെയർ. സോ റിമെമ്പർ ദാറ്റ് ആൻഡ് ഓൾവേസ് ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. പലരും വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേനും പിന്നെ പറയും, അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ജോലിയില്ല, മറ്റില്ല മറിച്ചില്ല. നേരെ തിരിച്ച് U-turn അടിച്ചിട്ട് ദുബായിലേക്കോ അല്ലെങ്കിൽ US-ലേക്കോ കാനഡയിലേക്കോ പോകും, അല്ലെങ്കിൽ ഖത്തറോ എവിടെയാലും വേറെ യു ആർ ഗോയിങ്. സോ വി ഷുഡ് ട്രൈ ടു അവോയ്ഡ് ഓൾ ദോസ് സിറ്റുവേഷൻസ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു കം ബാക്ക് ടു ഇന്ത്യ, do your planning at least 1 or 2 months or 3 months or 6 months before, so that you are well versed with what you're going to expect and to get. അല്ലാണ്ട് നാളെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഡോണ്ട് ഡു ദാറ്റ്. എനിക്ക് പിന്നെ കുറച്ച് സമയം കിട്ടി, എന്തോ ഭാഗ്യം കൊണ്ട്. കാരണം ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, ഐ വാസ് ആക്ച്വലി സ്ട്രഗ്ലിംഗ്, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദാറ്റ് ടൈം വാട്ട് I got, I think it was a good thing that I got that 6 months without any job. I was staying in Dubai. Then I had the time to plan accordingly. ഞാൻ നാട്ടിൽ നിന്നിട്ട് എന്ത് തിരിച്ച് ചെയ്യും. പക്ഷെ നാട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. പക്ഷെ ആ സമയത്ത് തന്നെ I was planning also, and I was keeping myself positive, that thinking that okay, once I reach India, this is what I'm going to do and this is how I'm going to survive. And don't expect help from a lot of people. ചില ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും, ചില പലരും പിന്നെ you don't have any job and anything, nobody will be there to help you. So always expect that nobody will be there to help you. So you are on your own. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യക്ക് വരാൻ തീരുമാനിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഗൈസ്. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ ഈ പോയിൻറ്റ്സും വ്ളോഗ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഫ് യു റിയലി ലൈക്ഡ് ഇറ്റ്, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, കമൻറ്റിങ് ഓൺ മൈ ചാനൽ, ആൻഡ് ചെറിയൊരു ബട്ടൺ, താങ്ക്സ് ബട്ടൺ ഉണ്ട് അടിയിൽ. ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് പോയിന്റ്സ് വെർ റിയലി ഗുഡ്, ആ താങ്ക്സിൽ കൂടെ യു ക്യാൻ ആക്ച്വലി സപ്പോർട്ട് ദിസ് ചാനൽ ബൈ ഗിവിങ് എ മിനിമം amount whatever you feel like, and it will actually help me also, plus encourage me to do more videos like this. So guys, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ചെറിയൊരു വീഡിയോകൾക്ക് ശേഷം. ബൈ.